സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ വായിക്കുന്നു. ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും ചരിക്കുന്നു. ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും ചരിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഈ ഞാൻ ആരാണ്? അത് ജ്ഞാനമാണ്. ഈ അധ്യായത്തിൻ്റെ പേര് തന്നെ ജ്ഞാനം, ദൈവദാനം എന്നാണ്. അപ്പോൾ ജ്ഞാനമാകുന്ന ദൈവവചനം, അതാണ് ഈ ഞാൻ എന്ന് പറയുന്നത്. ദൈവവചനം പറയുന്നു, ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും ചരിക്കുന്നു. ദൈവവചനം എപ്പോഴും നീതിയുടെ മാർഗത്തിലൂടെയാണ് ചരിക്കുന്നത്. ന്യായത്തിൻ്റെ പാതകളിലൂടെ മാത്രമേ ദൈവവചനം മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നീതിയുടെ മാർഗത്തിലൂടെ മാത്രമേ ചരിക്കാൻ സാധിക്കത്തുള്ളൂ. ആ വ്യക്തിക്ക് ന്യായത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ദൈവവചനം എപ്പോഴും നീതിയുടെ മാർഗത്തിലൂടെ മാത്രമേ സംസാരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവവചനം തന്നെ നീതിയുടെ മാർഗമാണ്. നമ്മൾ ഒരു വ്യക്തി നല്ലവനാണോ, അല്ലെങ്കിൽ ദൈവവചനം അനുസരിക്കുന്നവനാണോ, ദൈവ പൈതലാണോ എന്ന് അറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. അയാൾ നീതിയിലൂടെയാണോ ചരിക്കുന്നത്? ദൈവനീതിയിലൂടെയാണോ അയാൾ ചരിക്കുന്നത്? ദൈവത്തിൻ്റെ ന്യായമാർഗത്തിലൂടെയാണോ അയാൾ ചരിക്കുന്നത്? അല്ലെങ്കിൽ യേശുവിലൂടെയാണോ? ഈശോ പറയുന്നുണ്ട്, ഞാൻ വഴിയും സത്യവുമാണ് എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ആ സത്യത്തിൻ്റെ വഴിയിലൂടെയാണോ അയാൾ നടക്കുന്നത് എന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം അയാൾ ദൈവവചനമുള്ള ആളാണോ അല്ലയോ എന്ന്. ഇനി മറുഭാഗത്ത് ചില ആളുകൾ ദൈവവചനം ഉള്ളിലുണ്ട് എന്ന് വൃഥാ വിചാരിക്കുകയും അന്യായത്തിൻ്റെ മാർഗങ്ങളിലൂടെ ചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് കപടതയാണ്. അത് യഥാർത്ഥത്തിൽ മൂഢതയും കപടതയുമാണ്. ആകയാൽ നമ്മൾ ദൈവവചനം നമ്മളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് അത് അനുസരിച്ച് നടക്കുന്നതിൻ്റെ കൃപയുടെ അടയാളമായ നീതിയുടെ മാർഗത്തിലൂടെ മാത്രം ചരിക്കാൻ തീരുമാനമെടുക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീതിയുടെ മാർഗത്തിലൂടെയും ദൈവവചനത്തിൻ്റെ നിറവിലും സഞ്ചരിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.